ഞങ്ങളാണെങ്കിൽ ഒരു യാത്രയിലൊക്കെയുള്ള പുറപ്പാടിലാണ്. അപ്പം രാവിലെ തന്നെ ജോലിയെല്ലാം കഴിഞ്ഞു, ലഗേജ് എല്ലാം റെഡിയാക്കി വെച്ചു. രാവിലെ തന്നെ ഇറങ്ങണമെന്നുള്ളതാണ് കാര്യം. ഞങ്ങൾ കാഞ്ചീപുരത്ത് പോവുകയാണ്. അപ്പം എല്ലാം റെഡിയാവാൻ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ച് ഫോൺ ചെയ്ത് പറയുന്നത് അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അവർ കല്യാണം വിളിക്കാൻ വരും, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു, അച്ഛനും അമ്മയും കുട്ടികളും കൂടെ. അപ്പം മൂത്ത കുട്ടിയുടെ കല്യാണം, അപ്പോൾ അത് വിളിക്കാൻ. അപ്പോൾ അവർ പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാൻ, അവരോട് ഇനി ഞങ്ങളിവിടെ ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? കുറേ ദൂരമുണ്ട്. അപ്പം ഞങ്ങളെ വിളിക്കാനായിട്ട് അവർ കുറേ ദൂരം ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ എന്നാൽ ശരി, എന്നാൽ നമ്മൾ കുറച്ച് താമസിച്ച് പോയാലും വേണ്ടിയില്ല, അവർ വരട്ടെന്നും പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ എല്ലാം റെഡിയായി സഞ്ചി വരെ ബാഗ് വരെ തൂക്കിയിട്ടു. ആ സമയത്ത് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അവർക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് ഒരാൾ അവിടെ നിന്നുകൊണ്ട് കാണിക്കുന്നത് ഇതെല്ലാമേ അറിയുന്നില്ല. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുകയാണല്ലോ, ഞാനാണെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയെന്നാണ് കക്ഷി വിചാരിക്കുന്നത്. പക്ഷേ ഞാനിതിങ്ങനെ എടുത്തതാണ്. എവിടെയെങ്കിലും ഇച്ചിരി നേരമൊക്കെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെയൊക്കെ പണിയുണ്ട് കയ്യിൽ. അപ്പോൾ അതിങ്ങനെ ഞാൻ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ റെഡിയായി ഒക്കെ ഇരുന്നു. ഇനി കുറേ സമയമുണ്ട് ഞാനവിടെ ഇങ്ങനെ, അവർ വരാൻ ഒത്തിരി ദൂരമുണ്ടല്ലോ. പിന്നെ അവർ വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇറങ്ങി. ഞങ്ങൾ ഉദ്ദേശിച്ച സമയമൊക്കെ കഴിഞ്ഞു. രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെയും അല്ല ഉച്ചയ്ക്കും അല്ലാത്ത സമയമായി, ഉച്ചയോടടുത്തു. പിന്നെ എന്തായാലും ഓടി പിടിച്ചൊക്കെ ഞങ്ങൾ ബസ്സിനായിരുന്നു യാത്ര. ബസ് കയറി. ആ സമയത്തൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഒന്നാമത് ടെൻഷനായി, ലേറ്റായതിൻ്റെയൊക്കെ ഇന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റുന്നില്ല. മറ്റേ രാവിലെ ഇറങ്ങാമെന്ന് വെച്ചായിരുന്നു റെഡിയായി. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് തന്നെ തിരിക്കാം എന്ന് വിചാരിച്ചായിരുന്നു അവിടെ പോയി എല്ലാം കണ്ടിട്ട്. പക്ഷേ എന്നാൽ പ്ലാനൊന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാഞ്ചീപുരത്ത് വന്നു, ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചു. ആ ഓട്ടോക്കാരോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവണം, പിന്നെ ഇച്ചിരി റെസ്റ്റ് എടുക്കണം, ഒരു ഹോട്ടൽ റൂം വേണമെന്നുള്ള ഒരു ഇത്. പിന്നെ വലിയ തരക്കേടില്ലാത്ത ഒരു ഹോട്ടലിൽ പോയി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലീവായതുകൊണ്ട് 2-3 ദിവസം അടുപ്പിച്ച് ലീവായതുകൊണ്ട് കാഞ്ചീപുരത്തൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ അത് കാരണം ഇപ്പം ഞങ്ങൾ വന്ന ആ ഹോട്ടലിൽ 1 മണിക്കൂർ കൂടെ ആകും ആ റൂമിലുള്ളവർ അവിടെ നിന്ന് വന്നിട്ട് റൂം മാറാൻ, അവർ വെക്കേറ്റ് ആകാൻ. അപ്പോൾ ആ 1 മണിക്കൂറിൽ അപ്പോൾ ഈ ഓട്ടോക്കാർ പറഞ്ഞു അപ്പോൾ കാഞ്ചീപുരം ഈ സാരികളൊക്കെ കാണുന്നത്, അപ്പോൾ ഈ സാരികളൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ മെയിനായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ 2-3 അമ്പലത്തിൽ പോകണമെന്നുള്ളതായിരുന്നു മോളുടെ ഉദ്ദേശം. അവൾ കുറേ നാളായിട്ട് 2 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ 2-3 ദിവസം ലീവായപ്പോൾ അന്നങ്ങ് പോകാമെന്ന് പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കാഞ്ചീപുരത്തിൽ അമ്പലത്തിലൊക്കെ വരുവാണെങ്കിലും കാഞ്ചീപുരം എന്ന് പറയുമ്പോൾ വന്നിട്ട് ഈ സാരികളുടെ വിശേഷപ്പെട്ട സ്ഥലമാണല്ലോ, സാരികളുടെ ഒരു പറുദീസ എന്ന് പറയാം. അപ്പം സാരികളൊക്കെ കാണണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. സാരിയൊന്നും മേടിക്കണമെന്നൊട്ടും ഉദ്ദേശമില്ലായിരുന്നു, കാണണം. പക്ഷേ സ്ത്രീകളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ, അപ്പോൾ കാണാൻ വളരെ ഇഷ്ടം, അപ്പോൾ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് അപ്പോൾ ആ സമയം ഒരു മണിക്കൂർ കൂടെ ആവുമല്ലോ അവരവിടെ നിന്ന് റൂമിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ റൂം കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് സാരി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് ഈ കടയിൽ. അപ്പോൾ ആ ഓട്ടോക്കാർ ഇവിടെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാ കടയിലും ഇതുപോലെ തന്നെ കേട്ടോ, മെയിനായി സാരികളുടെ ഹോൾസെയിൽ കടകളും നെയ്ത്ത് ശാലകളൊക്കെ ആ ഭാഗത്ത് ഈ കാഞ്ചീപുരം നെയ്ത്ത് തറികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ കടയിൽ പോയി എല്ലായിടവും ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഷീറ്റിട്ട് അവർ സാരികളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ നമ്മളവിടെ ഇരുന്ന് അവരിങ്ങനെ നൂർത്തും കാണിക്കുകയും സാരികളൊക്കെ സമാധാനമായിട്ട് ഇരുന്നൊക്കെ നോക്കിയൊക്കെ എടുക്കുക അങ്ങനെ. പക്ഷെ ഞങ്ങളിത് സാരികൾ എടുക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തിലൊന്നും അല്ലല്ലോ പോയത്, കാണണമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരാണെങ്കിൽ നമ്മളെ വന്നിട്ട് ഈ എല്ലാവരും മാതിരി തന്നെ കസ്റ്റമർ അവർ ദൂരത്തു നിന്നൊക്കെ വരുന്നവരെന്തായാലും സാരി എടുക്കുമെന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശമാണല്ലോ. നിറയെ ഫംഗ്ഷനുകൾക്കെല്ലാം ആൾക്കാർ അവിടെയൊക്കെ പോയാണല്ലോ നിറയെ സാരികൾ എടുക്കും, മെയിനായിട്ട് കല്യാണത്തിനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ കുറേ സാരികൾ എടുക്കുമെന്നാണോ നമ്മളെ വിചാരിച്ചെന്ന് അറിയത്തില്ല. നമ്മൾക്കാണെങ്കിൽ സാരി ഒന്നും എടുക്കണമെന്നുള്ള ഉദ്ദേശമില്ല, കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ അവരിങ്ങനെ കാണിച്ചു. ഒന്നാമതേ വന്ന് അത്തരം സാരികളൊന്നും ഇവിടെ ഒരാൾക്കൊട്ടും അത്ര താല്പര്യമില്ല. ഭയങ്കരമായിട്ട് ഈ കണ്ടില്ലേ ഈ ഭയങ്കര കളർഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് ബോർഡറും അങ്ങനെയൊക്കെ വെച്ച് എടുത്ത് കാണുക, അങ്ങനെ അത്ര വലിയ താല്പര്യമില്ല. കൂടുതലും കക്ഷിക്ക് സിമ്പിളായിട്ടുള്ള സാരികളൊക്കെയാണ് വലിയ താല്പര്യം.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊന്നും അത്ര മനസ്സിനൊന്നും അത്ര പിടുത്തമില്ല. പിന്നെ സാരികൾ എടുക്കണമെന്നുള്ള ഉദ്ദേശവും ഇല്ല, കാണണമെന്ന് ഭയങ്കര മോഹമാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് അവർ കുറച്ച് അവർ കുറേ കൊണ്ടിടുന്നതല്ലേ, അത് കണ്ടു കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു വന്ന് ഇങ്ങനെ നിങ്ങളൊന്നും എല്ലാം ഒന്ന് നോക്കണ്ട, ഒന്ന് നോക്കട്ടെ, മൊത്തം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ അവരോട്. അവർ ഈ നടന്ന് കാണാനൊന്നും അവിടെ അത്ര ഇതില്ല. നമ്മളൊരിടത്ത് ഇരിക്കുമ്പോൾ അവർ നമ്മൾക്ക് ഏത് റേഞ്ചിലെയാണെന്നൊക്കെ ചോദിക്കും, എത്ര രൂപ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കും. ആ റേഞ്ചിലെ സാരികൾ കൊണ്ട് കാണിക്കും. അങ്ങനെ പൊതുവേ അവിടെ നടക്കുന്നത്. പിന്നെ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ കാണാൻ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെന്ന കൂട്ടത്തിൽ എവിടുന്നോ ദാണ്ട് ഈ ഒരു സാരി എങ്ങനെയോ എടുത്തു. ഇവിടുന്നോ ഒക്കെ നോക്കി ഒരു വളരെ സിമ്പിളായിട്ടൊരു സാരിയാണ്. അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള സാരികളെ കക്ഷിക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ ഈ സാരി കണ്ടപ്പോഴത്തേക്കിന് ഈ സാരിയുടെ ഈ കളറും അല്ല, ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഇതിൻ്റെ വേറെ കളറൊന്നും വേറെയില്ല. ഇതിൽ ഏറ്റവും എല്ലാം പോയിട്ട് ഈ ഒരു സാരി ഇരിപ്പുള്ളൂ. ഈ കളറ്, ഈ സാരിയുടെ കളറൊക്കെ അവൾക്ക് എന്തോ അവളുടെ ഒരു മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഒരു ഗുരുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് അതിനൊരു ആ സാരിയോടൊരു സിമ്പതി, പിന്നെ അത് സിമ്പിളായതുകൊണ്ട് ഒരു ഇഷ്ടവും, അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ആ സാരി എടുത്ത് സെലക്ട് ചെയ്ത് കൈ മാറ്റി വെച്ചു. പിന്നെ ഇവർ വിടുന്ന മട്ടിൽ അവരിങ്ങനെ ഓരോ സാരികളൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ വരുന്നവരൊക്കെ കുറേ എടുത്തുകൊണ്ട് പോകുമല്ലോ, അപ്പോൾ അവരെങ്ങനെ നമ്മളെ കാണിക്കുക. അപ്പം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടാലോ എടുക്കുമെന്ന് പറയും. ഒന്നാമത് ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള സാരികൾ പൊതുവേ എനിക്കും അത് തന്നെ അത്ര താല്പര്യമില്ല. അപ്പം പിന്നെ നമ്മളതൊക്കെ കണ്ടു. പിന്നെ ആ ഒരു സാരി ഉണ്ടല്ലോ, അതിനാണ് വളരെ വിലക്കുറവുമാണ്. പിന്നെ ആ എടുത്ത സാരി വളരെ സിമ്പിളും നല്ല വിലക്കുറവുമാണ്. അവർ കുറേ സാരികൾ എടുക്കുമെന്ന് മറ്റുള്ള കസ്റ്റമർ കണ്ടില്ലേ, ഇങ്ങനെ വട്ടം കൂടിയിരിക്കും, എല്ലാം ഒരുപാട് എടുത്തുകൊണ്ട് വന്ന് കാണിക്കും. അതൊക്കെ ഈ ഫംഗ്ഷൻ, കല്യാണം അതൊക്കെയാണ്. പിന്നെ അങ്ങനെ നമ്മളെ ഉദ്ദേശമൊന്നും അറിയത്തില്ല, ഇങ്ങനെയൊക്കെ എടുത്തു കൊണ്ട് കാണിച്ചു. പിന്നെ നമ്മളാണ് ഈ ഒരു സാരി മാത്രം എടുത്തുകൊണ്ട് അവിടെ നിന്ന് എങ്ങനെയും ഇറങ്ങിയാൽ മതിയെന്നായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവരവിടെ തന്നെ. പിന്നെ അവർ ഓട്ടോയില്ലേ. പിന്നെ നമ്മൾ തിരിച്ച ഹോട്ടലിൽ ആ സമയം കഴിഞ്ഞു, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞല്ലോ. അവിടെ ഉള്ളവർ റൂം മാറി കാണുമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് വേറൊരു കടയുടെ പേരെന്തോ മോൾക്ക് അറിയാമായിരുന്നു. ആരോ കാഞ്ചീപുരത്തെ കടയുടെ പേരാരോ പറഞ്ഞൊക്കെ അറിയാതെ അത് ചോദിച്ചപ്പോൾ അവർ ആ കടയല്ല, അതിൻ്റെ വേറൊരു ബ്രാഞ്ചാന്ന് തോന്നുന്നു, ഒരു കടയിൽ കൊണ്ട് കയറ്റി. ആ കട അതിൽ കയറിയപ്പോഴത്തേനും അവർ ഇതുപോലെ തന്നെയുള്ളൊരു ഇതായിരുന്നു, ഒരു സ്വീകരണമായിരുന്നു. എല്ലാവരും ഈ കസ്റ്റമേഴ്സ് വരുമ്പം ഇങ്ങനെ ഒരു ഷീറ്റിടും, തുണികളെ പിന്നെ സാരികളെല്ലാം കൊണ്ടുവന്ന് കാണിക്കുക. എന്താണെന്ന് ഒന്നാമത് അവർ ചോദിക്കുക, എത്ര രൂപയുടെ നിങ്ങളുടെ ഉദ്ദേശ സാരികൾ, എത്ര റേഞ്ചിലുള്ള സാരികളാണെന്നൊക്കെ ചോദിക്കും. നമ്മൾക്ക് ഒന്നാമത് സാരികൾ മേടിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലേ അല്ല പോയത്, സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ വന്നിട്ട് ഇവരിങ്ങനെ ചോദിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ, ആകെ സങ്കടത്തിലായി. രണ്ടാമത്തെ കടയിൽ ചെന്നപ്പോൾ പിന്നെ അവർ കുറേ സാരികൾ കൊണ്ടുവന്ന് കാണിച്ചു. ഒക്കെ വന്നിട്ട് തുടക്കമേ 5000 രൂപയുടെ സാരികൾ, അത് സ്റ്റാർട്ടിങ്. അപ്പോൾ അവിടുന്ന് ഒരു വിധത്തിൽ എങ്ങനെ തലയൂരിയെന്ന് എനിക്കറിയത്തില്ല. അവിടുന്ന് ആ സാരികളെല്ലാം കണ്ടു. അതൊന്നും മേടിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, പിന്നെ കാണണമെന്നുള്ള ഇഷ്ടം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളിങ്ങനെ നടന്നിങ്ങനെ കാണുവാന്നല്ലേ, ഇങ്ങനെ ഷെൽഫിൽ വെച്ചേക്കുന്ന അങ്ങനെ ഇല്ല. നിങ്ങളുടെ എത്ര രൂപയുടെ സാരീസാ നിങ്ങളുടെ ഉദ്ദേശവും നിങ്ങൾക്ക് വേണ്ടിയെന്ന് ചോദിക്കുമ്പം നമ്മളത് പറഞ്ഞാൽ അവർ ആ റേഞ്ചിലുള്ള സാരീസ് കൊണ്ടുവന്ന് ലേഡീസ് നിറയെ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ വെക്കും. ഇവർ ജെൻസ് ആരേലുമൊക്കെ അതെടുത്ത് ഇങ്ങനെ നൂർത്ത് കാണിക്കും. അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. എല്ലാ ഷോപ്പിലും ഇതാണ്. മെയിനായിട്ട് ഈ കാഞ്ചീപുരം എന്ന് പറയുന്ന ഹോൾസെയിലിൻ ഇതെന്നാണ് നമ്മൾ പക്ഷേ ഹോൾസെയിൽ ആ വിലക്കുറവെന്നും പറഞ്ഞ് പോവും. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കതങ്ങനെ നല്ല വിലയുണ്ടെന്ന് തന്നെ എനിക്കത് തോന്നിയത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഈ സാരീസ് എല്ലാം 5000 രൂപ തൊട്ട് തുടങ്ങുന്ന സാരികൾ ഇവർ ഈ പറഞ്ഞ ഈ റേറ്റല്ല. പിന്നെ അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അവിടുന്ന് പിന്നെ അത്രയെല്ലാം അവർ കാണിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടുന്ന് ഒരു സാരി എടുത്തു. അത് വളരെ അതിൽ വില കുറഞ്ഞ് നോക്കിയിട്ടൊരു സാരിയാണ് എടുത്തത്. ആ സാരി അവർ പക്ഷേ 3000 രൂപയൊക്കെ പറഞ്ഞു. പിന്നെ അവരത് നമ്മൾ
അതിന് വില കുറച്ച് ചോദിച്ച് പിന്നെ അതൊരു 2000 രൂപയ്ക്ക് ഫൈനൽ അത് വന്നിട്ട് തന്നു. നമ്മളും അത് അവിടെ കയറി അവരത്രയൊക്കെ കാണിച്ചതല്ലേ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു സാരിയും എടുക്കേണ്ടി വന്നത്. അല്ലാതെ അത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും എടുത്തില്ല. ഈ സാരി അല്ല കേട്ടോ, വേറൊരു സാരി, ഒരു പച്ച കളറിലെ സാരി. അപ്പം ഈ സാരിയൊക്കെ 5000 രൂപയൊക്കെ പറഞ്ഞുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഒന്നാമതേ അവൾക്ക് സാരി എടുക്കണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ല, സാരി മേടിക്കണമെന്നുള്ള, കാണണമെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ പിന്നെ കാണിക്കുമ്പോൾ നമ്മളെങ്ങനെ ഒന്നും എടുക്കാൻ പോരുന്ന വിചാരിച്ചിട്ടാണ് അങ്ങനെ ഓരോ സാരി അങ്ങനെ എടുത്തത് തന്നെ. ഈ സാരി 2000 രൂപയാണ് ലാസ്റ്റിൽ അത് ഫൈനൽ ആ റേറ്റ് അതിൻ്റെ. പക്ഷേ ഇതേ സെയിം സാരി കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഞാൻ 3 സാരി കുറച്ചാൾ മുമ്പേ 3 പേർക്ക് കൊടുക്കാനായിട്ട് മേടിച്ചായിരുന്നു. 2000 രൂപ വെച്ചാണ് 3 സാരി മേടിച്ചത്. ഓരോ സാരിക്ക് 2000 വെച്ച്. അത് റീറ്റെയിൽ കടയിൽ നിന്നാണ് മേടിച്ചത്, റീറ്റെയിൽ പ്രൈസിൻ്റെ. ഇപ്പോൾ ഇവിടെ വന്ന് ഹോൾസെയിൽ ഈ കടയൊക്കെ കാഞ്ചീപുരത്ത്. പക്ഷേ ഇവരും ആ റേറ്റ് തന്നെ എടുത്തു. അങ്ങനെ നോക്കുമ്പോൾ ഇവർ നന്നായിട്ട് വില കൂട്ടി പല കടകളിലും പറയുന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പോയി മേടിക്കാൻ താല്പര്യമുണ്ട്, ഫംഗ്ഷനൊക്കെ നിങ്ങൾ പോകുമ്പോഴേ നിങ്ങളും വന്നിട്ട് അവർക്കും കുഴപ്പമില്ലാതെ നമ്മൾക്കും കുഴപ്പമില്ലാത്ത രീതി ന്യായമായ അവർ പറയുന്നതിനും അതിൻ്റെ കറക്റ്റായ ഒരു ന്യായമായ വില നമ്മളുടെ മനസാക്ഷിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു നോക്കുക. അവർ തരുന്നെങ്കിൽ മേടിക്കുക. എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ അതും എടുത്തിട്ട് അപ്പോൾ ഈ സാരിക്ക് ഇച്ചിരി വിലയായി പോയെന്നുള്ള കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരും. നമ്മൾ അവിടുന്ന് മറ്റേ കടയിൽ നിന്നൊക്കെ മേടിച്ചല്ലോ, അപ്പോൾ അവിടെ ഈ വിലയായിരുന്നു, ഹോൾസെയിൽ ഈ വിലയാന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ വന്ന് ഹോട്ടലിൽ ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആക്കണം, വിശപ്പുണ്ട്, എന്തെങ്കിലും ഒന്ന് കഴിക്കണം, ഇച്ചിരി റെസ്റ്റ് എടുക്കണം. പിന്നെ ഞങ്ങൾ വൈകിട്ട് അമ്പലത്തിൽ പോകും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിൽ റൂമിൽ വന്നിട്ടുണ്ട്.